ഏതവനായാലും എന്താ? ഇവിടെ ചോദിക്കാൻ പറയുന്ന ആളില്ലെന്ന് വെച്ചോ. കെട്ടിച്ചിട്ട് മാസം ഒന്നും പോലും ആയില്ല. ഇത് 4ാമത്തെ തവണ പൊളിക്കുന്നത്. നിങ്ങൾ തന്നെ പൊളിച്ചത്. നിങ്ങൾ അറിയാതെ നടക്കില്ല. പിന്നെ എന്റെ കൂടി രാത്രി വേലി വിളിക്കലല്ലേ? നീ അല്ലെങ്കിൽ ഇതിന്റെ എലുമ്പെന്നായിരിക്കും. നിർത്ത. നീ ആരെയാടാ പേടിപ്പിക്കുന്നത്? എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. എന്റെ മോൻ ആരാണെന്ന് അറിയാലോ. അവനകത്തുണ്ട്. അവൻ പോലീസാണ് അറിയാലോ. സൂക്ഷിച്ച് സംസാരിക്കണം. പോലീസുകാരുണ്ടെന്ന് വിരട്ടില്ലേ ഇങ്ങനെ സ്റ്റേഷനിൽ ചെന്നിട്ട് മതി. ഓരോ തോന്നിയാസം കാണിച്ചിട്ട് തൊപ്പി കാട്ടി പേടിപ്പിക്കാനോടോ. ഒന്നും മിണ്ടാതിരിക്കാ. കേറിപ്പൊടിയാത്ത മിണ്ടാതിരിക്കാൻ. എന്നാ പിന്നെ അയൽക്കാരെ പേടിച്ച് കെട്ടിപ്പറിക്കാൻ സ്ഥലമിടാം. ഓ തന്റെ ഒരു വേലിയും കൂലിയും. വെറുതെ നേരം വെക്കുമ്പോ തന്നെ ഞങ്ങളുടെ നേരെ മെക്കിട്ടാരാൻ വന്നാലേ ഒരു കാര്യമല്ലേ? കിടന്ന് ചെലിക്കാതെ കയറിപ്പോടോ. ചെറുകയറി വന്നാലേ ലാത്തി കൊണ്ടായിരിക്കും മറുപടി. നിന്നവൻ പോലെ പട്ടാളത്തില. പട്ടാളം എന്നൊന്നും പറഞ്ഞ് പേടിപ്പിക്കണ്ട. പോയിട്ട് 4 മാസം പോലും ആയില്ല. അതിനു മുമ്പ് ആ പേരും പറഞ്ഞ് ഞെളിയല്ലേ. നീ ആരാടാ അത് പറയാൻ? നിന്നെപ്പോലെ ഉണക്ക പോലീസ് അല്ല അവൻ. അവനെങ്കാരി അറിഞ്ഞ നിന്റെ കഥ കഴിക്കും. അവൻ വന്നതേ ഞങ്ങളുടെ രോമം പറിക്കില്ല. എന്നിട്ടാ നിങ്ങളുടെ വിത്തക്കാട് ചേർക്കണില്ലേ? അവനവിടെ പട്ടാളത്തിൽ എന്തോ കാണിക്കാനാ? നിന്റെ പോരാടി വിത്തം എന്നെ കൂടെ പറയിപ്പിക്കണ്ട. നാട്ടുകാരൊക്കെ കേൾക്കും. കേക്കട്ടെടി. എനിക്കേതായാലും രണ്ടിലൊന്നും അറിയണം. ഈ വേലി പൊളിച്ച ആരാന്ന് അറിയണം. താൻ തന്നെ ആയിരിക്കും പൊളിച്ചത്. നിന്റെ മറ്റനാടി പൊളിച്ചത്. ഈ അച്ഛനല്ല വിളിച്ചത്. നീ ഒന്നും ഉണ്ടായില്ലേടാ. തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ വേലിയാട്ടം വിളിക്കാനൊക്കെ തന്നെ വീട്ടുകാർക്കായിരിക്കും. എന്റെ തനിയാറൊന്നും എനിക്ക് അറിയില്ല. പേടിപ്പിക്കാതെ വേലി പൊളിച്ച സമാനം പറയണോ? നേരമായി ക്ഷമിക്കുന്നു. അടിച്ചു തന്നെ ഡെപ്റ്റി അന്തരിപ്പിക്കും. ഓട്ടന്നേ നിങ്ങൾ നിസ്സാര കാര്യത്തിനടുത്ത് വെട്ടാനും കുത്താനൊക്കെ വന്നോട്ടെ. അതുവരെ ക്ഷമിക്കുക. മോനെ വാ. ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാ. അല്ലെങ്കിൽ ഒറ്റയടിക്കാളുടെ കച്ചവടം ഞാൻ തീർത്തനെ. കള അയാൾക്ക് വട്ട അല്ലാതെന്താ. അയാളുടെ പൊക്കിൾ നോക്കി ഞാനൊരു ചവിട്ട് കൊടുത്താലുണ്ടല്ലോ 3 ദിവസം കഴിയും മൂത്രമൊഴിക്കാൻ. ശരിക്ക് കഴിച്ചോ? നല്ല ഇടിയും തൊഴിയൊക്കെ കൊടുക്കാനുള്ളതാ. ഇവിടത്തെ വഴക്കിലൊന്നും നീ ഇടപെടണ്ട. നമുക്കാ നാണക്കേട്. അത് അവരല്ലേ വിചാരിക്കേണ്ടത്. അവിടെ കെട്ടിക്കാൻ പ്രായ ഒരു പെണ്ണുള്ളതാ. ഏതെങ്കിലും ഒരു തെണ്ടി അവളെ കാണാൻ വേലി വിളിച്ച് വരുന്നതായിരിക്കും. അയാളുടെ ചെറുക്കൻ പട്ടാളത്തിൽ നിന്ന് വല്ല വഴക്കിനും വരുമോന്നാ എനിക്ക് പേടി. പട്ടാളം നിങ്ങൾ എന്താ ആർത്തി ഈ കാണിക്കുന്നത്? ഇതൊക്കെ കഴിച്ചാലും ദേഹത്ത് പിടിച്ചിട്ട് വേണ്ടേ? പാവം മേരിക്കുട്ടി. അവൾ എത്ര നാളെന്ന് വെച്ചാ കാത്തിരിക്കുന്നേ. ആ തങ്കച്ചൻ ഇത്ര ദുഷ്ടനാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചതേ ഇല്ല. അതിന് തങ്കച്ചൻ എന്തിനാ കുറ്റം പറയുന്നേ? അയാൾക്ക് ബോംബെയിൽ പെട്ടെന്ന് ജോലി കിട്ടി പോയതുകൊണ്ടല്ലേ. മേരിക്കുട്ടിയോട് കാത്തിരിക്കണമെന്ന് പറഞ്ഞ് അയാൾ കത്തെഴുതിയിരുന്നല്ലോ. കണ്ണിലൊക്കെ നീ അത് വായിച്ചില്ലേ? വെറുതെ കാത്തിരിക്കണമെന്ന് പറഞ്ഞാ മതിയോ? അവൾ 2 മാസം ഗർഭിണിയല്ലേ. പാവം ചോദിച്ചാൻ അറിഞ്ഞ അവളുടെ ഇടപാട് തീർക്കും. ദുഷ്ടൻ. എനിക്ക് അത് ഓർത്തിട്ടാ വിഷമം. പിന്നെ ഇന്ന് ഫസ്റ്റ് പീരീഡ് കണ്ണുകൂട്ടനാ. നീ പ്രോബ്ലം ചെയ്തോ? എവിടെ? എനിക്കെങ്ങോ നോക്കിട്ട് ഒരു ചുക്കും തലേ കയറുന്നില്ല. പിന്നെ നീ എന്നൊരു കാത്തിരുന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കണേ. ആർക്കാ? ചേട്ടനാ. ചേട്ടൻ വരാൻ അച്ഛൻ എഴുതിയിട്ടുണ്ട്. അതെങ്ങനെ? ഇപ്പൊ പോയിട്ട് 3-4 മാസമല്ലേ ആയുള്ളൂ. അവധി കിട്ടോ? ട്രെയിനിങ് പീരീഡ് ആയതുകൊണ്ട് അത് കഴിഞ്ഞ അവധി കിട്ടുമെന്ന് ചേട്ടൻ കഴിഞ്ഞ ആഴ്ച എഴുതിയിരുന്നതാ. അത് പറഞ്ഞ അച്ഛൻ കേൾക്കാൻ. ഈ നീർക്കോലിക്ക് വായ്നോട്ടം കുറെ കൂടുന്നുണ്ട്. ഒറ്റ പെണ്ണിനെ വഴിയെ വിടില്ല. ചേട്ടൻ വരട്ടെ, ഞാൻ പറയാം. സ്റ്റേഷന്റെ വരാന്തയിൽ നിറതോക്കുമായി പാറാവ് നിൽക്കുമ്പോഴും രാവിലെ ഇളം വെയിലിൽ പരേഡ് ചെയ്യുമ്പോഴും കുറ്റവാളികളുടെ പിന്നാലെ കുതിച്ചോടുമ്പോഴൊക്കെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു മുഖമേ ഉള്ളൂ. ഇരിക്കുന്ന ഇതേ മുഖം. അച്ഛനെങ്ങാനും വരും. കണ്ടാ കാണട്ടെ. എത്ര നാൾ ഈ കേസ് ഡയറി തന്നെ ഒളിപ്പിച്ചു വയ്ക്കും? ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും അറിയേണ്ടതല്ലേ. മനസ്സിന്റെ ചെപ്പിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ മുത്ത് എല്ലാവരും തൊണ്ടിയായി പുറത്തെടുക്കട്ടെ. ഏകാന്ത രാത്രികളിൽ ഈ കാലൊച്ച കേൾക്കാൻ കാതോർത്തു ഞാനിരിക്കും. അച്ഛനെങ്ങാനും ഈ കാലൊച്ച കേട്ടാ കൊന്നുകളയും. ചേട്ടന് നേരെ വന്നൂടെ? ഈ വേലി പൊളിക്കുന്നതാ കുഴപ്പം. ഈ വേലി ഇത് നമ്മുടെ പ്രേമത്തിന്റെ സ്മാരകമാണ്.
രണ്ട് മനസ്സുകളെ തമ്മിൽ നിലാവുള്ള രാത്രികളിൽ കൂട്ടിമുട്ടിക്കുന്ന ഈ രഹസ്യമാർഗം എന്നെപ്പോലൊരു കുറ്റാന്വേഷണ വിദഗ്ധന് മാത്രമേ കണ്ടെത്താനാവൂ. ചേട്ടൻ എന്ത് പറഞ്ഞാലും കേസിന്റെയും പോലീസിന്റെയും കാര്യം മാത്രമേ പറയാനുള്ളൂ. ആ, നീ നോക്കിക്കോ. വെറും സാധാ പോലീസായിട്ട് എന്നെ അധികകാലം കാണാനാവില്ല. ഉടനടി ഡബിൾ പ്രൊമോഷനാ. എന്നെപ്പോലെ ധീരനായ ഒരു ഉദ്യോഗസ്ഥന് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമാ. വലിയ എസ് ഒക്കെ ആവുമ്പോ എന്നെ മറക്കുവോ? ജോയി ജെസ്സിയെ പറ്റിച്ച പോലെ. ഏത് ജോയി? കണ്ണീരാറ്റിലെ തോണി എന്ന നോവല്ലേ? കണ്ണീരാറ്റിലെ തോണി എന്ന നോവലേ? അയ്യേ, ഈ കാക്കി അണിഞ്ഞ കാമുകന്റെ നെഞ്ചിനുള്ളിൽ വഞ്ചനയുടെ ഒരു ഇഞ്ച് പോലും ഇല്ല തങ്കമണി. നിന്നെ ഞാൻ സ്നേഹത്തിന്റെ വിലങ്ങണീച്ച് എന്റെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് ഈ സംശയം? അയ്യോ, ആരെങ്കിലും കണ്ടാ ഞാൻ പോവാ. നമസ്കാരം. നമസ്കാരം സഹോദര. നമസ്കാരമുണ്ട്. അനുഗ്രഹിക്കണം. സ്വാമി. അയ്യോ, എന്റെ മോൻ എന്ത് പറ്റി? സ്വാമികൾ നമസ്കാരമുണ്ട്. തലക്കല്ല തിരുവല്ലേ ഇരിക്കട്ടെ. തൊട്ടാടില്ല. എന്തായി? കുഴപ്പമൊന്നുമില്ല, വിഷമിക്കണ്ട. ഉണ്ണി കുറച്ച് നാളുടെ റെസ്റ്റ് എടുക്കട്ടെ. അകത്തേക്ക് പിടിച്ചോണ്ട് പോയിക്കോളൂ. ആരോഗ്യവും സൗന്ദര്യവും ഉള്ളൊരു കൊച്ചനായിരുന്നു. വട്ടായത് കഷ്ടമായിപ്പോയി. എന്റെ കൊച്ചിന് ഇങ്ങനെ വരാൻ ഞാൻ എന്ത് പാപം ചെയ്തു? നാളെ ഉണ്ണിയെ കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിക്കാം. പെട്ടെന്നുണ്ടായ വല്ല മനപ്രയാസമായിരിക്കും. ആ പട്ടാളക്കാരാണെങ്കിൽ കൂടുതലൊന്നും പറഞ്ഞുമില്ല. അവർക്ക് ഇതിന്റെ കുട്ടൻസ് പിടിയില്ല. ഞാൻ പറയാം. സത്യമായ പറയുന്നേ. എന്റെ ഈശ്വര, വട്ട മുഴുവട്ട് വല്ല ഊളംപാറയിലോ കുതിരവട്ടത്തോ കൊണ്ടിടാറ് ഇങ്ങോട്ട് എന്തിനാ കിട്ടിയെടുത്തേ? ബാക്കിയുള്ളവരും കൂടെ സ്വൈര്യം കെടുത്താൻ, അല്ലാതെന്ത്? ആ, അത് തന്നെ. ആ, കുടിക്ക് വയറങ്ങോട്ട് നിറയട്ടെ. ആ, അങ്ങനെ ഇരത്തിരി കടുത്തുപോയി. അങ്ങേ കാണായിട്ട് ഇതൊന്നല്ലേ ഉള്ളൂ. പോരാത്തിന് തള്ള പോലും ഇല്ല. അല്ല മോനെ, പട്ടാളത്ത് ഇതിനൊന്നും ചികിത്സയില്ലേ? വീട്ടിൽ വന്ന് കുറച്ചു ദിവസം നിന്നാ കുറയൊന്നെങ്ങാനും വിചാരിച്ചിട്ടാവും. ഏതായാലും ട്രെയിനിങ് പീരീഡാ. ചികിത്സ കഴിഞ്ഞാൽ ഉടനെ അവര് വന്നങ്ങ് കൊണ്ടുപോകും. ഈ പൊട്ടനെയും റാണിയൊക്കെ കൊണ്ടുപോയിട്ട് അവർക്ക് എന്താ കാര്യം? അതൊന്നും അവിടെ രക്ഷയില്ല. ഇങ്ങനെയൊക്കെ കള്ളത്തരം കാണിച്ച് ചെലവന്മാർ ഒളിച്ചു പോരും. അവരെ പിടിച്ചു കൊടുക്കാൻ ഞങ്ങൾ തന്നെ വേണം. ഏതായാലും ബാക്കിയുള്ളവർക്ക് കിടക്ക പ്രതിയായി. ആ പട്ടാളക്കാരൻ വന്നാ മീശ പറിക്കുമെന്നോ വെടിവെക്കുമെന്നോ ഒക്കെ വീമ്പിളക്കിയതല്ലേ ആ കിളവൻ. ഇനിയോ? അമ്മ കുളിക്കാനുള്ള ചൂടുകൾ എടുത്തു വെക്ക്. എടുത്തോട്. ഞാൻ എവിടെ നിന്ന് കുളിപ്പിക്കട്ടെ. ചുമ്മാ അല്ലടി മോളെ. ഏതായാലും അഭിനയം നിർത്തണ്ട. തുറന്നോ. മിലിറ്ററി പോലീസും സാധാ പോലീസും ഇടയ്ക്കിടയ്ക്ക് അന്വേഷിച്ച് വന്നിരിക്കും. നിന്നെ പൊക്കും. ഏത് സമയത്തും ഞാനത് പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുന്നത്. വളരെ സ്ട്രിക്റ്റാ. എന്ത് അസുഖമായാലും ചികിത്സ കഴിഞ്ഞ ഉടനെ തിരിച്ചെത്തണം. എന്താ? എനിക്ക് 1 മാസത്തെ മെഡിക്കൽ ലീവ് തന്നിരിക്കുന്നു. ഏതായാലും അളിയന്റെ ഐഡിയ കൊള്ളാം. നിന്റെ കത്ത് കിട്ടിയ ഉടനെ തന്നെ ഞാൻ വട്ടഭിനയിച്ചു തുടങ്ങി. ട്രെയിനിങ്ങിന് ബുദ്ധിമുട്ടാണ്, പോസ്റ്റിംഗ് പഞ്ചാബിലായിരിക്കും എന്നൊക്കെ നീ എഴുതിയപ്പോ നിന്നെ ജീവനോടെ കാണാനുള്ള കൊതി കൊണ്ട് എനിക്ക് തോന്നിയ ഒരു ഐഡിയ. അതുകൊണ്ട് എങ്ങനെയുണ്ട് പിന്നെ മയിലിന്റെ കച്ചവടമൊക്കെ? ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ കഴിഞ്ഞു പോകുന്നു. മയിലിനെ കിട്ടാനില്ല. പിന്നെ നെട്ടാക്കേണ്ട ആളുടെ ഒക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ദൈവം യൂണിഫോം ഇട്ട ജഗൻ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അടുത്ത ഐഡിയ ഇറക്കട്ടെ. വിലപ്പണി എന്ത് ചെയ്യും? വട്ടഭിനയിച്ചോ? ഇല്ലത്തേക്ക് പറയാനാ വരില്ല. ഇവിടെ നിന്ന് കുമ്മാക്കി പിടിക്കുന്നെ. എന്നെ വിടൂ. എന്തൊരു പുലിപാല്. കായല് വേണ്ടാന്ന് വിചാരിച്ചാ കൂടെ കൂട്ടിലിറങ്ങി തിരിച്ചത്. വെറുതെ നാട്ടുകാർക്ക് ശല്യം ഉണ്ടാക്കാതെ വീട്ടിൽ വിളിച്ചോണ്ട് പോകണം. എന്തെങ്കിലും ശബ്ദ. ഏതായാലും നീ കൊടുത്തു. അവന്റെ കൂമ്പ് നോക്കി ഒരെണ്ണം കൊടുക്കാത്തത്. ഇനി അവസരം വരുമല്ലോ, അപ്പൊ കൊടുക്കാം.